إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിലും അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ അനുധാവനം ചെയ്ത് അന്തിമ പ്രവാചകന്റെ പ്രബോധിതരായ സ്വഹാബിമാർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വിശ്വാസ ആചാര മേഖലകൾ ക്രമപ്പെടുത്തുന്നതിന് സ്വീകരിച്ച അതേ മാനദണ്ഡം കുറ്റമറ്റ രൂപത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന യഥാർത്ഥ തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഇന്ന് പൊതുവിൽ എല്ലാവരും അനുഭവിക്കുന്ന വലിയ ഒരു പ്രശ്നം ചൂടാണ്. ഓരോ വർഷം കഴിയുന്തോറും ചൂടിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. നമ്മുടെ നാടിൻ്റെ പലയിടങ്ങളിലും താപനില 40 ഡിഗ്രിക്ക് മീതെയാണ്. ഈ ഒരു രൂപത്തിൽ ജീവിക്കുക പ്രയാസമാണ് എന്ന് മൊത്തത്തിൽ ആളുകളൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഒരു മഴ കൊതിക്കുന്ന, മഴ പെയ്ത് മണ്ണ് നനഞ്ഞ് അന്തരീക്ഷം തണുത്തിരുന്നുവെങ്കിൽ എന്ന് ഓരോരുത്തരും മോഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ചൂട് ഈ രീതിയിൽ ഉയർന്നു വരികയും മഴ ലഭ്യമല്ലാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത സാഹചര്യം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനിവാര്യമായ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങൾ പോലും ലഭ്യമല്ലാത്ത രൂക്ഷമായ പ്രതിസന്ധികളെ കുറിച്ചാണ് ആളുകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ പലതരം സംസാരങ്ങളും ചർച്ചകളും വിശകലനങ്ങളും സ്വപ്നങ്ങളും പങ്കുവെക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ ഈ ഒരു കാലാവസ്ഥയിലൂടെ, കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓർക്കേണ്ട ചില ഇസ്ലാമിക ചിന്തകളാണ്
ഇന്നത്തെ ഈ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ചൂട് അസഹ്യമാകുമ്പോൾ ആളുകൾ സ്വാഭാവികമായി മനമറിയാതെ പറയുന്ന ചില വാക്കുകളുണ്ട്. നശിച്ച ചൂട്, എന്തൊരു ചൂടാണ്, എന്തൊരു ഇടങ്ങേറാണ് എന്ന രൂപത്തിൽ കാലാവസ്ഥയെ ശപിക്കുന്ന പഴിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഇന്ന് ജീവിതത്തിൽ സാർവത്രികമാണ്. നമ്മൾ നമ്മുടെ വാഹനം പാർക്ക് ചെയ്തെടുത്ത് ഒരു സ്കൂട്ടർ ആണെങ്കിൽ പോലും അതിലേക്കൊന്ന് കയറിയിരിക്കുമ്പോൾ സീറ്റ് നല്ല ചൂടാണെങ്കിൽ ആ സമയത്ത് നമ്മൾ പറയാറുള്ള വാചകങ്ങൾ, നമ്മുടെ വാഹനം ഒരു 10-15 മിനിറ്റ് വെയിലത്തുള്ള സമയത്ത് നമ്മൾ ആ വാഹനത്തിൽ കയറുമ്പോൾ ആദ്യ നിമിഷങ്ങളിൽ ചൂടിനെ വിശേഷിപ്പിക്കുക എന്നതിനപ്പുറം അതിനെ ശപിക്കുന്ന പഴിക്കുന്ന രൂപത്തിലുള്ള ചില വാചകങ്ങൾ പറയാറുള്ളത് സ്വാഭാവികമാണ്. അത്യാവശ്യം ചൂടുള്ളൊരു ദിവസം ശരീരം വിയർത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയാൽ, നമ്മുടെ വീട്ടിലുള്ള ഇൻവെർട്ടർ സംവിധാനം പോലും താറുമാറായാൽ, AC ഓഫായാൽ ആളുകൾ പലപ്പോഴും പറയാറുള്ള വാക്കുകൾ സ്ഥലകാല ബോധമില്ലാത്തതും ഒരു മുസ്ലിമിന്റെ അധരങ്ങളിൽ നിന്ന് വരാൻ പാടില്ലാത്തതുമാണ്. യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ അടക്കമുള്ള ഏത് സന്ദർഭത്തിലും ഓരോ സംവിധാനത്തെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു ഖുദ്സിയായ ഹദീസ് അഥവാ അള്ളാഹുവിന്റെ വാചകം അതുപോലെ റസൂലുള്ള പകർന്നു നൽകുന്ന ഒരു ഹദീസാണ്. ആ ഹദീസുകളിൽ ഒരു ഹദീസ് ഇങ്ങനെയാണ്: അള്ളാഹു പറയുന്നു, ആദം സന്തതി കാലഘട്ടത്തെ കാലാവസ്ഥയെ പഴിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടുള്ള സംസാരം നടത്തുന്നു. അവൻ അറിയണം ആ കാലാവസ്ഥ അങ്ങനെയാകുവാനുള്ള കാരണക്കാരൻ അത് ഞാനാണ്. രാവും പകലും എന്റെ കൈകളിലാണ്, എന്റെ നിയന്ത്രണങ്ങളിലാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കണമെന്നാണ് അല്ലാഹു തആല വിശദീകരിക്കുന്നത്. അഥവാ ചൂടായാലും മഴയാണെങ്കിലും വരൾച്ചയാണെങ്കിലും കഠിനമായ മരം കോച്ചുന്ന തണുപ്പാണെങ്കിലും ഓരോ കാലാവസ്ഥകളെ സംവിധാനിക്കുന്നത് അല്ലാഹുവാണ്. അവന്റെ തീരുമാനപ്രകാരമാണ് ലോകത്തെ സംഭവങ്ങൾ നടക്കുന്നത്. ആ കാലാവസ്ഥകളെ പഴിക്കുമ്പോൾ ആ കാലാവസ്ഥയെ സംവിധാനിച്ചിട്ടുള്ള അള്ളാഹുവിനെയാണ് ഒരാൾ അതിലൂടെ പഴിക്കുന്നത്, ശപിക്കുന്നത്. അതുകൊണ്ട് പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. ഇത് ഒന്നാമത്തെ കാര്യം. നമ്മളുടെ പ്രയാസം, ആ പ്രയാസത്തെ വിശേഷിപ്പിക്കുക എന്നതിനപ്പുറം ഒരു ശാപത്തിന്റെ ഒരു ആ രൂപത്തിലുള്ള അസഹ്യത, ഫ്രസ്ട്രേഷന്റെ ഒരു മൂർത്ത ഭാവത്തിൽ നിന്നുള്ള അത്തരത്തിലുള്ള സംസാരങ്ങൾ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിന്റെ സംസാരങ്ങളിൽ കടന്നു വരാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ താല്പര്യം. രണ്ടാമതായി ഈ വിഷയത്തിൽ ഓർക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നല്ല ചൂടുണ്ടെങ്കിൽ ആ ചൂടിനെ അതിജീവിക്കാനും അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ പരിശോധിക്കാറുണ്ട്. ഇപ്പൊ സാധാരണ നല്ല ചൂടുണ്ടെങ്കിൽ ആളുകൾ ഫാൻ ഓണാക്കും. കുറച്ചുകൂടി സാമ്പത്തിക സുസ്ഥിതിയുള്ള ആളുകൾ AC പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തും. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ചൂടിനെ തടുക്കും വിധമുള്ള മറ്റു സംവിധാനങ്ങൾ നമ്മൾ നമ്മുടെ വീടുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. ചില ആളുകൾ ഒരു ദിവസം 3-4 തവണ കുളിച്ച് ശരീരത്തെ തണുപ്പിക്കുവാൻ, കാലാവസ്ഥയെ അതിജീവിക്കുവാനുള്ള ഓരോ പരിശ്രമങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നത് കാണാം. ദുനിയാവിലുള്ള ഈ ചൂടിനെ അതിജീവിക്കാൻ, ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള പല മാർഗങ്ങൾ സ്വീകരിക്കുന്ന നമ്മൾ മരണാനന്തര ജീവിതത്തിന്റെ അതിഭയാനകമായ സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന ചൂടിനെ, ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ദുനിയാവിലെ ചൂട്, എത്രയോ കാതങ്ങൾ അകലെയുള്ള സൂര്യന്റെ ചൂട്, ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യർ സ്വീകരിക്കുന്ന മാർഗങ്ങൾ, ആ മാർഗങ്ങൾക്കിടയിൽ അവൻ ഓർക്കേണ്ടത് അവന്റെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ പെയ്തിറങ്ങുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവന് സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ്. ഇമാം ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ അദ്ദേഹം കോറിയിട്ട ചില വാചകങ്ങളുണ്ട്. വയംബഗി ലിമൻ കാന ഫീ ഹജ്ജി ശംസ് അൻ യതദക്കറ ഹർ
ഹർറഹാ ഫിൽ മൗഖിഫ്. സൂര്യന്റെ ചൂടേൽക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ആ ഒരു സാഹചര്യത്തിൽ ഗൗരവമായി ഉറ്റാലോചിക്കേണ്ട ചില കാര്യമുണ്ട്. സൂര്യൻ കാതങ്ങൾ അകലെയാണെങ്കിലും ഫഇന്ന ശംസ തദ്നു മിൻ റഊസിൽ ഇബാദി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഈ സൂര്യൻ മനുഷ്യരുടെ അടുക്കലേക്ക് അല്ലാഹു അടുപ്പിക്കും. അവന്റെ തലയുടെ മീതെ 7 ചാണ് മുകളിലായിരിക്കും സൂര്യൻ. വയുസാദു ഫീ ഹർരിഹാ, ആ സൂര്യനിൽ നിന്ന് അവൻ ഏൽക്കുന്ന ചൂട് 10 മടങ്ങായി വർദ്ധിക്കുന്നതാണ്. വയംബഗി ലിമൻ ലാ യസ്ബിറു അലാ ഹർരി ശംസി ഫി ദുനിയ അൻ യജ്തനിബ് മിനൽ അഅമാലി മാ യസ്തൗജിബു സാഹിബുഹു ബിഹി ദുഖൂലൻ നാർ. ഈ ദുനിയാവിൽ കാതങ്ങൾ അകലെയുള്ള സൂര്യന്റെ ചൂട് താങ്ങാൻ സാധിക്കാത്ത മനുഷ്യൻ, തലക്ക് 7 ചാൺ മുകളിൽ സൂര്യൻ, ആ കത്തിജ്വലിക്കുന്ന സൂര്യൻ അള്ളാഹു മനുഷ്യരിലേക്ക് അടുപ്പിക്കുന്ന മഹ്ശറ വൻസഭയിൽ രക്ഷപ്പെടുന്നതിനാവശ്യമായ കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കേണ്ടതാണ്. ഫഇന്നഹു ലാ ഖുവത ലിഅഹദിൻ അലൈഹാ വലാ സബർ. ദുനിയാവിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യൻ പരലോകത്തെ ഈ സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാനുള്ള അമലുകൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ പരലോകത്തെ പ്രയാസങ്ങൾ അതിജീവിക്കുവാൻ അവനൊരിക്കലും സാധിക്കുകയില്ല എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ദുനിയാവിലെ ചൂടിനെ സംബന്ധിച്ച്, അഗ്നിയുടെ ചൂടിനെ സംബന്ധിച്ച് റസൂലുള്ള ഒരിക്കൽ പറഞ്ഞത്, ഇവിടത്തെ ചൂടിന്റെ 70 ഇരട്ടി ചൂടും കാഠിന്യവും നരകത്തിന്റെ ചൂടിനുണ്ട് എന്നാണ്. ഗൗരവമായി നമ്മൾ ആലോചിക്കുക, ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നാം എന്തെല്ലാം സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കാൻ കൂടിയുള്ള സന്ദർഭമാണ് നാം കടന്നു പോകുന്ന ഈ വേനൽക്കാലമെന്ന് നമ്മൾ തിരിച്ചറിയുക. മൂന്നാമത്തെ കാര്യം, ചൂടുകാലമാകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും ചില ക്രമീകരണങ്ങൾ നടത്തും. ചൂടിന്റെ കാഠിന്യം പരിഗണിച്ച് ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ പകൽ സമയത്ത്, ഈ അത്യുഷ്ണ സമയത്ത് ഈ ജോലികൾ ചെയ്യുന്നതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിലുള്ള ഉന്നതാധികാര സഭകൾ ആ രംഗത്തെല്ലാം ചില നിയന്ത്രണങ്ങൾ നൽകിയത് കാണാം. വിദേശ രാജ്യങ്ങളിൽ ചൂട് ഏകദേശം 50 ഡിഗ്രിയോടടുത്താൽ പകൽ സമയം ജോലി തന്നെ ചെയ്യാൻ പാടില്ലാത്ത രൂപത്തിലുള്ള ശക്തമായ ചില നിയമവ്യവസ്ഥകൾ പാലിക്കുന്നത് കാണാറുണ്ട്. ഇതേ വിഷയത്തിൽ ഭൗതികമായ വിഷയങ്ങളിൽ ഇത്തരം ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മതപരമായ ആരാധനകളുടെ വിഷയത്തിലും നമുക്കെന്തൊക്കെ സമീപനങ്ങൾ സ്വീകരിക്കാനുണ്ട് എന്നത് നാം ഓർക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദശ്തദ്ദൽ ഹർ ഫഅബ്രിദു ബിസ്സലാത്ത്. ചൂട് അതികഠിനമായാൽ, ചൂട് താങ്ങാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായാൽ ആ ചൂടിന്റെ വേവ് മാറുന്നത് വരെ നിങ്ങൾ ളുഹർ നമസ്കാരം പിന്തിപ്പിക്കുക. ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. കഠിനമായ ചൂടെന്ന് പറയുന്നത് നരകത്തിന്റെ തീയുടെ ജ്വാലയിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള അവരുടെ ജീവിത അവസ്ഥകൾ, അവരുടെ പള്ളികൾ, അവരുടെ പരിസരങ്ങൾ, ആ പരിസരങ്ങളിൽ അവർക്ക് ആശ്വാസകരമായ ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു കൊടുത്തു എന്നാണ് ഈ ഹദീസിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യം നമ്മുടെ പള്ളികളിലൊക്കെ ഒരു ളുഹറിന്റെ ബാങ്ക് കൊടുത്ത് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റിന്റെ ഒരു ഗ്യാപ്പിലാണ് ജമാഅത്ത് നമസ്കാരം നടത്താറുള്ളത്. അത് വേനൽക്കാലമാണെങ്കിലും അങ്ങനെ തന്നെയാണ് നടത്തുന്നത്. കാരണം നമുക്ക് നിലവിൽ ഈ ചൂടിനെ അനുഭവിച്ചും അതിജീവിച്ചും നമ്മുടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. അതേപോലെ ഈ പള്ളി അല്ലെങ്കിലും പല പള്ളികളും ഇന്ന് എയർ കണ്ടീഷൻ ചെയ്ത് ശീതീകരിച്ച സംവിധാനമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു വിഷയത്തിൽ ളുഹർ പിന്തിപ്പിക്കേണ്ട അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പക്ഷെ ഞാൻ ഈ സംഭവം വിശദീകരിക്കാനുള്ള കാരണം, ചില അവശ്യമായ സന്ദർഭങ്ങളിൽ നമ്മുടെ ഇബാദത്തുകളെ അതിൻ്റെ അനുവദിക്കപ്പെട്ട സമയക്രമത്തിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റുകൾ പോലും നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച ഒരു ഘട്ടമാണ് കഠിനമായ ചൂട് എന്ന് സൂചിപ്പിക്കാനാണ്. എന്ന് കരുതി അടിസ്ഥാനപരമായ അനിവാര്യമായ
ഇബാദത്തുകൾ നിർവഹിക്കുന്നതിന് ആ ചൂടല്ലേ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന പ്രവണതയും നമുക്ക് പാടുള്ളതല്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നല്ല ചൂടുള്ള സന്ദർഭത്തിലായിരുന്നു മിക്ക യുദ്ധങ്ങളും നടന്നിരുന്നത് എന്ന് കാണാം. മദീനത്തെ ജനങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ചൂട് കാരണം മടി കാണിച്ച സന്ദർഭത്തിലാണ് തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകുന്നത്. ആ സന്ദർഭത്തിൽ കപടവിശ്വാസികളായ ആളുകൾ കടന്നു വരുന്നു. അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, യുദ്ധത്തിന് പുറപ്പെടാൻ ഒരുങ്ങുന്ന സ്വഹാബിമാരോട് പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർറ്, ഈ ചൂടുള്ള സമയത്ത് യുദ്ധത്തിന് പോകാൻ നിങ്ങൾക്ക് ഭ്രാന്താണോ? നിങ്ങൾ ഈ സമയത്ത് വെറുതെ യുദ്ധത്തിനൊന്നും പോകേണ്ട, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന രൂപത്തിൽ അവര് ജനങ്ങളെ നന്മയിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് അള്ളാഹുവിന്റെ ആയത്തുകൾ ഇറങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തു തൗബയിലെ 81-ാം സൂക്തത്തിലൂടെ അള്ളാഹു കൽപ്പിച്ചു, ഖുൽ, നബിയെ പറയുക, നാറു ജഹന്നമ അശദ്ദു ഹർറാ, ഈ ദുനിയാവിലെ ചൂട് അല്ല ചൂട്, അതിനേക്കാൾ കഠിനമാണ് നരകത്തിലെ ചൂടെന്ന് താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു നിർദ്ദേശിച്ചത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ മനസ്സിലാക്കാനുള്ളത്, ചൂടാണ് എന്നൊരു കാരണം പറഞ്ഞ് ഇസ്ലാമിലെ നിർബന്ധമായ ബാധ്യതകളെ കൈയൊഴിക്കുന്ന സാഹചര്യത്തിന് ഇതിൽ അനുവാദമില്ല എന്നതും നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, പല ആളുകൾക്കും മുസ്ലിമീങ്ങളോടൊരു പ്രത്യേക മഹബത്താണ്. മുസ്ലിമീങ്ങൾ എങ്ങനെയെങ്കിലും അവരുടെ വിശ്വാസങ്ങളും ആദർശങ്ങളും കൈയൊഴിച്ചെങ്കിൽ എന്ന് കൊതിയോടെ കാത്തിരിക്കുന്ന ഇസ്ലാം വിമർശകർ ഈ ചൂടുള്ള സമയത്ത് മുസ്ലിം സ്ത്രീകളോട് പറയുന്നു, ഈ ചൂടത്ത് എന്തിനായി മഫ്ത, എന്തിനായി പർദ്ദ, എന്തിനാ ഇങ്ങനെ മൂടി പൊതച്ച് ഈ ചൂടത്ത് അതൊക്കെ അഴിച്ചു വെക്കി, ഒന്ന് കാറ്റ് കൊള്ളട്ടെ, എന്തൊരു ചൂടാണ് എന്ന് പറഞ്ഞ് ആളുകൾ എങ്ങനെ നന്മയിൽ നിന്ന് തിരിച്ചുവിടുവാനുള്ള, വഴിതെറ്റിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അത്തരം ശ്രമങ്ങളോടും ആ ശ്രമങ്ങളിൽ വീണുപോകുന്നവരോടും നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇതേ വാചകമാണ്, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ തീജ്വാലകളുടെ ചൂട് അത് ഇതിനേക്കാൾ അതികഠിനമാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാറി വരുന്ന സാഹചര്യങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ നിലപാടുകൾ എவ்விധം ക്രമപ്പെടുത്തണമെന്നിടത്ത് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് എന്ന് തിരിച്ചറിയുകയും നമ്മുടെ സമയവും സന്ദർഭവും അള്ളാഹുവും അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിർദ്ദേശിച്ച രൂപത്തിലും ഭാവത്തിലും ക്രമപ്പെടുത്തുവാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലുള്ളവർ മഴ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ചെറിയൊരു മൂടലുണ്ടായാൽ, അന്തരീക്ഷം ഒന്ന് തണുത്താൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായും പ്രത്യേകിച്ച് ഓരോ നാടുകളിൽ മഴ ലഭിക്കുന്ന കാലം, മഴ നിൽക്കുന്ന കാലം, ഇങ്ങനെ ഓരോ പ്രദേശങ്ങൾക്കും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ടത്, ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സമൂഹത്തിന് മഴ ലഭിക്കുന്നത് തടയപ്പെടുന്ന ചില ഘട്ടങ്ങളുണ്ട്. അള്ളാഹു അവർക്ക് മഴ തടയും, അല്ലെങ്കിൽ മഴൻ്റെ നന്മ തടയും. മറ്റൊന്ന് മഴ ലഭിക്കാനുള്ള മാർഗങ്ങൾ. ഇത് രണ്ടും ഇസ്ലാമിക പ്രമാണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ചും നമുക്ക് ചില ധാരണകൾ ഉണ്ടാവുകയും വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹിക തലത്തിലും മുസ്ലിം ഉമ്മത്ത് നിർവഹിക്കേണ്ട ചെറുതും വലുതുമായ മുഴുവൻ പ്രവർത്തനങ്ങളെയും ചിട്ടയോടെ കൊണ്ടുപോകുവാൻ കൂടി ഈ സന്ദർഭം നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇൻഷാ അള്ളാഹ് ആ കാര്യങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്. ഏതായാലും സാധാരണ ഇപ്പം മഴ ഇല്ലെങ്കിൽ എന്താണ് ആളുകൾ ചെയ്യുക?
മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഇസ്ലാമിൻ്റെ സാങ്കേതിക ശബ്ദത്തിൽ പറയുന്ന പ്രയോഗം ഇസ്തിസ്ഖാ എന്നാണ്. മഴ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയും. പ്രധാനമായി 3 രൂപത്തിലാണ് ആ പ്രാർത്ഥന. ഒന്ന്, ഒരു വ്യക്തി നിരുപാധികമായി പ്രാർത്ഥന നടത്തുക. ഇപ്പം നമ്മൾ സാധാരണ നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലാത്ത സന്ദർഭത്തിലോ രാത്രിയോ പകലോ എന്നും വ്യത്യാസമില്ലാതെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥനകളിലൂടെ പങ്കുവെക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുമ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ മഴയ്ക്ക് വേണ്ടി വ്യക്തിപരമായി അവരുടെ പ്രാർത്ഥനകളിൽ ധാരാളമായി ഈ കാര്യം അവസ്ഥകൾ പരിഗണിച്ച് അത് പ്രാർത്ഥനകളിലൂടെ ആവശ്യപ്പെടണം. അപ്പം അത് നമ്മൾ ഓരോരുത്തർ നമ്മുടെ പ്രാർത്ഥനകളിൽ മഴ നേരം വൈകിയ സാഹചര്യം, അതല്ലെങ്കിൽ കാലതാമസമുള്ള സാഹചര്യം, അല്ലെങ്കിൽ മഴ അത്യാവശ്യമായ ഘട്ടം. ഇപ്പം ചില പ്രദേശങ്ങളിലൊക്കെ കിണറിലെ വെള്ളം താഴ്ന്ന് കുടിവെള്ളമൊക്കെ പ്രശ്നമായി കൊണ്ടിരിക്കുന്ന ഘട്ടം ചില മഹല്ലുകളിലൊക്കെ ഉള്ളതായി പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇന്ന് രാവിലെ നമ്മുടെ ഈ മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഈ ബാലുശ്ശേരി പോലെ അതേപോലെ ഈ ചാലക്കുടി പോലെയുള്ള അതിർത്തി ജില്ലകളിലെല്ലാം രാവിലെ മഴ ലഭിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല സാഹചര്യമാണ്. നമുക്ക് മഴ കിട്ടാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തേത് പ്രാർത്ഥനയുടെ ഒരു രൂപം മിമ്പറിൽ വെച്ച് ഖതീബ് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹിന്റെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരു അറാബി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലക്കത്തിൽ മാഷിയ ഹലക്കൽ അയ്യാൽ ഹലക്കൻ നാസ്, കന്നുകാലികളൊക്കെ ചത്തൊടുങ്ങി, ആളുകൾ വെള്ളം കിട്ടാതെ വലിയ പ്രയാസത്തിലാണ്. ഫദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഖുതുബ നിർവഹിക്കുമ്പോഴാണ് ഈ സംഭവം. ഒരു നാടിനെ പിടിച്ചു കൊലുക്കുന്ന ഒരു പ്രശ്നം. മദീനയുടെ പരിസരത്തിന് പുറത്തുള്ള പ്രദേശത്തുള്ള ഒരാൾ ജുമാ നടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകനോട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ഫറഫഅ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി, മിമ്പറിൽ ഖുതുബ നടത്തുന്ന പ്രവാചകൻ അവിടുത്തെ 2 കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തി. എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥന നടത്താൻ തുടങ്ങി. വറഫഅൻ നാസു ഐദിയഹും മഅഹു യദ്ഊൻ, ആ പ്രാർത്ഥനയിൽ ചേർന്നുകൊണ്ട് ഖുതുബ കേൾക്കുന്ന സ്വഹാബിമാരും അവരുടെ കൈകൾ ഉയർത്തി പ്രാർത്ഥന നടത്തി. ആ ഹദീസ് വിശദീകരിക്കുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു രേഖപ്പെടുത്തുന്നു, അന്നത്തെ ആ ഖുതുബ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞു. ഫമാ ഖറജ്നാ ബിനൽ മസ്ജിദ് ഹത്താ മുത്തിർനാ, നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് മഴ പെയ്തു. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന് കാണാൻ സാധിക്കും. റസൂലുള്ളാഹ് മിമ്പറിൽ വെച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച ഒരേ ഒരു സന്ദർഭം എന്ന് പറയാവുന്ന സന്ദർഭം മഴയ്ക്ക് വേണ്ടിയുള്ള സന്ദർഭമാണ്. ആ മഴയ്ക്ക് വേണ്ടിയുള്ള സന്ദർഭം റസൂലുള്ള കൈകൾ ഉയർത്തി ആ പ്രാർത്ഥനയിൽ ചേരുമ്പോൾ സദസ്സിലുള്ള സ്വഹാബിമാരും അവരുടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ പള്ളിയിലോ മറ്റേതെങ്കിലും പള്ളിയിലോ ഒരു മഴയ്ക്ക് വേണ്ടി ഖുതുബക്കിടയിൽ ഇമാമ് മഴയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ ഇമാമ് പ്രത്യേകമായ സന്ദർഭത്തിൽ കൈകൾ ഉയർത്തും. ആ കൈകൾ ഉയർത്തുന്ന ഘട്ടത്തിൽ സദസ്സിലുള്ള ആളുകളും കൈകൾ ഉയർത്തുക എന്നത് ആ വിഷയത്തിലുള്ള ഇസ്തിസ്ഖാഇന്റെ ദുആവുമായി ബന്ധപ്പെട്ട മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു രീതിയാണ്. മൂന്നാമത്തെ ഒരു രൂപം സ്വലാത്തുൽ ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം. അതായത് മഴ ലഭിക്കാതെ വെള്ളം തീർന്ന് ആകെ ഒരു വരൾച്ചയുടെ ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ഓരോ നാടിന് പ്രാദേശികമായി ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒരു മഹല്ലിലുണ്ട് എങ്കിൽ അവിടെയുള്ള ആളുകൾ സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിക്കണം. സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറഞ്ഞാൽ ഒരു തുറസായ സ്ഥലത്താണ് അത് നിർവഹിക്കുക. റസൂലുള്ള ഒരു പ്രഭാത സമയത്തായിരുന്നു നിർവഹിച്ചത് എന്ന് കാണാം. ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കുള്ള ഒരു ഖുതുബ നടത്തി. ആ ഖുതുബ ഒരു ഖുതുബ എന്നതിനേക്കാൾ ഒരുപാട് പ്രാർത്ഥനകളായിരുന്നു ആ ഖുതുബയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്കിടയിൽ ഇപ്പൊ ഞാനിങ്ങനെയാണല്ലോ നിങ്ങളോട് നിങ്ങളെ ഭാഗത്തേക്ക് ഫേസ് ചെയ്യും, നിങ്ങളൊക്കെ ഖിബിലക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ആ സമയത്ത് ഖുതുബക്കിടയിൽ റസൂൽ എന്ത് ചെയ്യും,
എന്ത് ചെയ്യും? ഖിബിലക്ക് നേരെ തിരിഞ്ഞ് റസൂലുള്ള കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് സദസ്സിലുള്ളവരും കൈകൾ ഉയർത്തി ആ പ്രാർത്ഥനയിൽ ചേരുകയും പിന്നീട് ആ ഖുത്ബ കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സ്വലാത്തുൽ ഇസ്തിസ്ഖാ, അതും ഈ വിഷയത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സുന്നത്താണ്. അങ്ങനെ 3 രീതികളാണ് ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി നിർവഹിക്കാനുള്ളത്. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിർവഹിക്കാനുള്ളതാണ്. കേവലമായ ഒരു ആവേശമോ അല്ലെങ്കിൽ ഒരു ചൂടോ അങ്ങനെ ഒരു കേവലമായ ഒരു ആവേശത്തിന്റെ ഭാഗമായി ആവേശപ്പുറത്ത് ചെയ്യേണ്ടതല്ല. ഒരു നാടിന്റെ സാഹചര്യം, ഒരു ഉമ്മത്തിന്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇതിലുള്ള ഓരോ രീതികൾ ചെയ്യേണ്ടത്. അതിൽ അടിസ്ഥാന രീതി ഓരോ വ്യക്തികളും അവരുടെ ദുആഇന്റെ സന്ദർഭങ്ങളിൽ അത് നിർവഹിക്കലാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതിക ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകി അനുഗ്രഹീതമായ സമൃദ്ധിയും സന്തോഷവും നിർഭയത്വവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പരീക്ഷണങ്ങൾക്ക് വിധേയരായി കഴിയുന്ന, പ്രയാസങ്ങളും സംഘർഷങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളുമുണ്ട്. ഹലാലായ ആഗ്രഹങ്ങൾ പൂവണിയുന്ന, അത് അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന ഭൗതിക ജീവിതത്തിന്റെ ഹസനത്തുകൾ ആവോളം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള കരുത്തവർക്ക് നൽകി അവർക്കും ഞങ്ങൾക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആകസ്മിക ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മുസ്ലിമായതിൻ്റെ പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പീഡിതരായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള പ്രാപ്തിയും തൻ്റെ അടവ് നൽകി അനുഗ്രഹിക്കണമേ. ഫലസ്തീൻ പോലെ, റോഹിംഗ്യ പോലെ, റൈഗൂർ പോലെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സഹോദരി സഹോദരന്മാർ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, അവരുടെ ജീവിതങ്ങളിൽ ശാശ്വതമായ പരിഹാരവും നിർഭയത്വവും സന്തോഷവും നൽകി ലോകത്തുള്ള മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ. മഴ ലഭിക്കാത്തതിൻ്റെ പേരിൽ കൃഷി നശിക്കുന്ന, വീട്ടിലെ വെള്ളം കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളെ ഭയത്തോടെ ആശങ്കയോടെ നോക്കിക്കാണുന്ന, ഈ ചൂടിന്റെ കാഠിന്യത്തിൽ അസ്വസ്ഥരായി കഴിയുന്ന ആയിരങ്ങളുണ്ട്. അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ മഹാ അനുഗ്രഹമായ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനങ്ങൾ പെയ്തിറക്കി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
اللهم أعز الإسلام والمسلمين، اللهم أغثنا، اللهم اسقنا، اللهم اسقنا غيثا مغيثا مريئا مريعا نافعا غير ضار عاجلا غير آجل. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.